റീൽഡർ ഏജൻസ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, നിങ്ങൾ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോൾ 6 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി നമ്മളുടെ ബജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്യണം. ബഡ്ജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വില, അതുകൂടാതെ അതിൻ്റെ ടാക്സ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഇത് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചുമായി ബഡ്ജറ്റ് പ്ലാൻ ചെയ്യേണ്ടതാണ്. രണ്ടാമതായി വീടിൻ്റെ ലൊക്കേഷൻ, നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സ്ഥലം നോക്കണം, അതുപോലെ തന്നെ ആശുപത്രികളുണ്ടോ നോക്കണം, കുട്ടികളുടെ സ്കൂൾ അടുത്തുണ്ടോ നോക്കണം, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനോ എയർപോർട്ടോ അടുത്തുണ്ടോ നോക്കി ഈ സൗകര്യം നോക്കി വേണം നമ്മൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി. മൂന്നാമതായി ബിൽഡറെ വിശ്വാസം നമ്മൾ ഉറപ്പുവരുത്തണം. ഇവരിതിനു മുന്നേ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതുപോലെ അവരിതിൽ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റെറ അംഗീകരിച്ച ഒരു പ്രൊജക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വില്ല ചെന്ന് നോക്കി, ഏകദേശം 12 വില്ലകളുണ്ട്. എല്ലാം ഓക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ അതിന് റെറ അംഗീകാരമില്ല. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ പോകരുത്. അഞ്ചാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിന് ബാങ്ക് ലോൺ നമ്മൾ ഉണ്ട് നോക്കുക. പല ബാങ്കുകളും നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പലിശയും കാര്യങ്ങളും കണക്ക് കൂട്ടി നോക്കേണ്ടതാണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്റ്റിൻ്റെ നിയമപരമായ എല്ലാ രേഖകളും ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മുടേതായ ഒരു വക്കീലിനെ നമ്മൾ കണ്ടുവച്ചിട്ട് വേണം, നമ്മൾ അവരെ കൊണ്ട് വെരിഫൈ ചെയ്തിട്ട് വേണം ഈ പ്രൊജക്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു റിയൽറ്ററെ നമ്മൾ സമീപിക്കേണ്ട കാര്യമുണ്ട്. അവർ വഴിയാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈസി ആവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പർച്ചേസ് ചെയ്യാനോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.